ശ്രീമഹാദേവ്യൈ നമ. ഓം. ശ്രീമദ്ദേവി മഹാഭാഗവതം 9-ാം അധ്യായം 29 ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. 30-ാമത്തെ ശ്ലോകം. ശ്രീമഹാദേവ്യൈ നമ. ഓം. സൂത ഉവാച ഇതി ശ്രുത്വാ വചസ്തസ്യ വിശ്രബ്ധൗ ദാനവോത്തമൗ സംസ്ഥിതൗ ദൂരതസ്തത്ര സംഗ്രാമേ കൃതനിശ്ചയൗ. ഇവിടെ മഹാവിഷ്ണുവും മധുകേടവന്മാരും തമ്മിലുള്ള സംവാദമാണ് പറഞ്ഞത്. അതിൽ സൂതൻ പറയാണ്, ഇങ്ങനെ മഹാവിഷ്ണുവിൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് ഈ 2 അസുരന്മാരും ദാനവന്മാരും മധുകേടവന്മാർ ഇനി യുദ്ധം ചെയ്യണം എന്നുള്ള തീരുമാനത്തോടെ കുറച്ച് മാറിയിട്ട് ആണ് നിന്നു. അധികം ദൂരമല്ല, അടുത്ത് തന്നെയാണ്. ആ വാക്ക് കേട്ട് വിശ്വാസപൂർവം ആ ദാനവോത്തമാർ പോരിനുറച്ചു താൻ തത്ര മാറി നിന്നത് ദൂരെയായി. സുദൂരം വാങ്ങി നിന്നുള്ളവരവരെ കണ്ടുടൻ ഹരി ചിന്തിച്ചു തൻ ഉൾക്കുരുന്നിൽ അവർ തൻ മൃത്യു കാരണം. ഇപ്പം ഈ സമയത്ത് അതിനു വേണ്ടിയിട്ട് മാറ്റി നിർത്തിയതേ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട്. അതിദൂരെ തൗ ദൃഷ്ട്വ വാസുദേവ ചതുർഭുജ ദധ്യൗ ച മനസാ തത്ര കാരണം മരണേ തയോഹോ. ഇപ്പോൾ ഇവർ മരിക്കാപ്പം എന്താ കാരണം അത് അന്വേഷിക്കുക. വിഷ്ണു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിന്തനാൽ ജ്ഞാനമുൽപ്പന്നം ദേവി ദത്തവരാവുഭൗ കാമം വാഞ്ചിത മരണവും മമ്മളതു അധസ്തിമൗ അധഹ തു ഇമൗ. അതാണ് മമ്മളതുഹു അധഹ തു ഇമൗ മമ്മളതുരധസ്തിമൗ. 2 പേരും ഈ ദേവിയിൽ നിന്ന് സ്വച്ഛന്ത മൃത്യു വരമായിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വരമാണ് ഇതിൻ്റെ കാരണം. ഇവർക്ക് ക്ഷീണം സംഭവിക്കില്ല. ഇത് കാര്യം മനസ്സിലാക്കിയെന്ന് സാരം. ചിന്തിക്കവേ ജ്ഞാനമുണ്ടായി സ്വേച്ഛാമൃത്യുക്കളാണിവർ. ദേവി വരത്താൽ അതിനാൽ തളർന്നില്ലേതുമിങ്ങിവർ. വെറുതെ ചെയ്തു ഞാൻ യുദ്ധം വ്യർത്ഥം താനൻ പരിശ്രമം സത്യമേവം അറിഞ്ഞിട്ടും യുദ്ധം എങ്ങനെ ചെയ്യൂ ഞാൻ. വൃഥാമയാകൃതം യുദ്ധം ശ്രമോ അയം മേ വൃഥാ ഗത കരോമി ച കഥം യുദ്ധം ഏവം ജ്ഞാത്വാ വിനിശ്ചയം. ഇങ്ങനെ വെറുതെ ഞാൻ കുറേ യുദ്ധം ചെയ്തു. ഞാനൊന്ന് ചിന്തിച്ചിട്ട് ചെയ്യേണ്ട ഒരാളാണ് വിഷ്ണുവാണ്. അപ്പോൾ ഇത് തെറ്റായിപ്പോയല്ലോ, ഞാൻ ഇങ്ങനെ വെറുതെ യുദ്ധം ചെയ്യണ്ടായിരുന്നു. ഈ വസ്തുത മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഞാനെങ്ങനെ അവരോട് യുദ്ധം ചെയ്യാം? സ്വച്ഛന്തമൃത്യാണെന്ന് വെച്ചാൽ പിന്നെ അത് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല. യുദ്ധം ചെയ്യാന്നത് നിഷ്ഫല. മാത്രമല്ല നമ്മൾ വെറുതെ ക്ഷീണിക്കുന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. അകൃതേ ച തഥാ യുദ്ധേ കഥമേതോ ഗമിഷ്യത വിനാശം ദുഃഖദൗ നിത്യം ദാനവോ വരതർപ്പിതൗ. ഇപ്പം യുദ്ധം ചെയ്യാതിരുന്നാൽ ഇവരെങ്ങനെയാണ് നശിക്കുക? വരം നേടി അഹങ്കരിക്കുന്നതായിട്ടുള്ള ഈ 2 അസുരന്മാരും എന്നും ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം എന്താ ചെയ്യാം? പോർ തുടർന്നില്ല എന്നാലോ വരതർപ്പിതരാം ഇവർ നിത്യദ്രോഹികൾ ചാവാനും ഇടയാവുന്നതെങ്ങനെ. അദ്ദേവിതാനിവർ കേകി തുലോം ദുർഘടമാം വരം. ഇച്ഛിക്കുമോ സ്വയം മൃത്യു ആരാനും ദുഃഖിയെങ്കിലും. 99 വയസ്സായി, ഇനി മരിക്കുകയുള്ളൂ. രോഗവും ആ രീതിയിലായിരുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും ശരി, സ്വച്ഛന്ത മൃത്യു കാണിച്ചാൽ ഇപ്പം മരിക്കണ്ട കേട്ടോ എന്നേ കരുതൂ. ഭഗവത്യാവരോധത്തസ്തയാ സോപി ചതുർക്കട മരണം സ്വേച്ഛയാ കാമം ദുഃഖിതോപി എന്ന വാഞ്ചതി. മാത്രമല്ല അത് ദേവിയാണ് വരം കൊടുത്തതേ, പിന്നെ അതിൽ മാറ്റം ഉണ്ടാവുമോ? അപ്പം അതുകൊണ്ട് അത് അതിദുർഘടമായിട്ടുള്ളൊരു വരാണ് സ്വേച്ഛാമൃത്യു. സ്വന്തം അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് എപ്പോഴാണോ മരിക്കണം എന്ന് തോന്നുന്നത് അപ്പോഴേ മരിക്കൂ. അങ്ങനെ ഒരു വരം കിട്ടിയാലേ ദുഃഖിക്കുന്നുള്ള വളരെയധികം ദുഃഖം അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവരത് ചെയ്യില്ല. എന്ത് ചെയ്യില്ല? ഈ മരണം വേണം അങ്ങനെ ഒരു വരായിട്ട് ഒരിക്കലും സംഭവിക്കില്ല, അങ്ങനെ ആവശ്യപ്പെടില്ല. രോഗഗ്രസ്തോപി ദീനോപി ന മുമൂർഷതി കശ്ചന കഥം ചേമൗ മതോ മത്തൗ മർത്തു കാമൗ ഭവിഷ്യത. ഈ രോഗിയായാലും വേണ്ടില്ല, മറ്റെന്തെങ്കിലും ദൈന്യത അനുഭവിക്കായാലും അംഗവൈകല്യം, പൈസ ഇല്ലാണ്ട്, അങ്ങനെ പലതാവാം. മരിക്കാൻ കാരണങ്ങൾ പലതും ഉണ്ടല്ലോ. ഇതൊക്കെ ആയാലും മരിക്കാൻ ആഗ്രഹിക്കില്ല. ഇവരാണെച്ചാലോ നല്ല മധുവന്മത്തര. അവരെങ്ങനെയാ മരിക്കാൻ ആഗ്രഹിക്കുക? ഒരിക്കലും ഇല്ല.
രോഗിയാട്ടെ ദീനനാട്ടെ ചാവാൻ ഇഷ്ടപ്പെടില്ലൊരാൾ. മതാന്ധർ ഈ ദൈത്യരുണ്ടോ കാമിപ്പൂ പിന്നെ മൃത്യുവേ. പ്രാപിപ്പൻ ശരണം കാമമേകുമ ശക്തി തന്നെ ഞാൻ. അവൾ തൻ കനിവില്ലാതെ സിദ്ധിക്കില്ലൊരു കാമവും. ഇപ്പോൾ നന്മദ്യ ശരണം യാമി വിദ്യാം ശക്തിം സുകാമദാം വിനാതയാ ന സിദ്ധ്യന്തി കാമ സമ്യക് പ്രസന്നയാ. ഇപ്പൊ കാമങ്ങളെല്ലാം നൽകുന്നതായിട്ടുള്ള വിദ്യാശക്തി ആ അമ്മയെ തന്നെ, സരസ്വതി ദേവിയെ തന്നെ ശരണം പ്രാപിക്കാം, എന്നാലേ ഇതിന് പരിഹാരം കാണാൻ പറ്റുള്ളൂ എന്ന് ആ മഹാവിഷ്ണു ചിന്തിച്ചു, മനസ്സിലാക്കി. എന്നിട്ട് അതിനനുസരിച്ച് ഈ ശക്തിദേവിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഇതാണ്, ശക്തിയുടെ അനുഗ്രഹം ഇല്ലാതെ ഇങ്ങനൊന്നും സംഭവിക്കില്ല. ഏവം ചിന്തിച്ചുടൻ വാനിൽ നിൽക്കുമാ യോഗമായേ കൺപാർത്താൻ വിഷ്ണു അഴകേറുന്നോരാ ജഗദമ്പയെ. ഭദ്രകാളിയായിട്ടാണ് എങ്കിലും അവിടെ സരസ്വതി ദേവിയായിട്ട് കണ്ടു. കാരണം ഈ അമ്മ തന്നെയാണ് എല്ലാം. കാളിയായാലും ലക്ഷ്മി ആയാലും സരസ്വതി ആയാലും വാച്ചാൽ പാർവതി ആയാലും കാളിയായാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാ ദേവിമാരും ഒന്ന് തന്നെ. അങ്ങനെയുള്ള ഇവിടെ മഹാദേവിയെ തന്നെ ഒന്ന് സ്തുതിച്ചു എന്നാണ്. ഏവം സഞ്ചിന്യ മനസ്സു ഗഗനെ സംസ്ഥിതാം ശിവാം അപശ്യൽ ഭഗവാൻ വിഷ്ണു യോഗനിദ്രാം മനോഹരാം. യോഗനിദ്രയാണ്, ഭദ്രകാളിയാണ്, അല്ലാന്ന് പറയലെങ്കിലും ജ്ഞാനതയാണ്, കാമതയാണ്. ഭഗവാൻ വിഷ്ണു ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കെ അമ്മയെ കണ്ടു. മറ്റേ യോഗനിദ്രാദേവി ആകാശത്ത് നിൽക്കുന്നത് കണ്ടു. ഏതായാലും നന്നായിട്ട് തന്നെ സ്തുതിക്കാൻ നിശ്ചയിച്ചു. കൃതാഞ്ജലി അമേയാത്മാതാം ച തുഷ്ടാവ യോഗവിത് വിനാശായ തയോസ്തത്ര വരദാം ഭുവനേശ്വരീം. അമേയാത്മാവായിട്ടുള്ള യോഗവിത്തായിട്ടുള്ള വിഷ്ണു അമ്മയെ കൈകൂപ്പിക്കൊണ്ട് വരദയായിട്ടുള്ള ഭുവനേശ്വരിയെ, മഹാദേവിയെ ഈ ദൈത്യന്മാരുടെ വിനാശത്തിന് വേണ്ടിയിട്ട് സ്തുതിച്ചു. കൂപ്പുകൈയോടുമാ ലോകനാഥയാം വരദാത്രിയെ വാഴ്ത്തിനാൻ ദൈത്യനാശാർത്ഥമാ യോഗേശ്വരനാം ഹരി. വിഷ്ണുരുവാച നമോ ദേവി മഹാമായേ സൃഷ്ടിസംഹാരകാരിണി അനാദിനിധനെ ചണ്ഡി ഭുക്തിമുക്തിപ്രദേ ശിവേ. മഹാമായായിട്ടുള്ള സൃഷ്ടി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നതായിട്ടുള്ള ആദ്യയായിട്ടുള്ള അന്തമില്ലാത്തതായിട്ടുള്ള ചണ്ഡി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആ ദേവതയ്ക്ക് ഇത്രയാണ് ശക്തി എന്ന് പറയാൻ പറ്റില്ല. അത്രയും കൂടുതൽ ശക്തിയുണ്ട്, അളക്കാൻ പറ്റില്ല എന്നർത്ഥം. ബ്രഹ്മാവസ്ഥയുള്ള ശക്തിയാണ്. ഭുക്തി കിട്ടും, മുക്തി കിട്ടും, ഇഹസുഖം കിട്ടും, മറ്റേ മണിദ്വീപത്തിലേക്ക് എത്തിക്കും. അങ്ങനെ മംഗളാത്മികയായിട്ടുള്ള, മംഗളസ്വരൂപിണിയായിട്ടുള്ള, മംഗളം തരുന്നതായിട്ടുള്ള ദേവി, അവിടത്തേക്ക് നമസ്കാരം. നമിക്കുന്നേൻ മഹാമായേ സൃഷ്ടി സംഹാരകാരിണി ആദ്യന്തഹീനയാം ദേവി ചണ്ഡികേ ഭുക്തി മുക്തിദേ. അറിയുന്നില്ല നിൻ രൂപം സഗുണം നിർഗുണം തഥാ. അറിയുന്നില്ല ഞാൻ എണ്ണമറ്റ നിൻ ചരിതങ്ങളും. നതേ രൂപം വിജാനാമി സഗുണം നിർഗുണം തഥാ. ചരിത്രാണി കുതോ ദേവി സംഖ്യാതീതാനി യാനിതേ. അല്ലയോ മഹാദേവി, അമ്മയുടെ ഈ ഭക്താനുഗ്രഹ ലീല അതെങ്ങനെയാ ഞാനറിയാം? നിർഗുണമായിട്ടുള്ള അമ്മ സഗുണയായിട്ട് വന്നത്, ആ രൂപമൊക്കെ എങ്ങനെയാ അറിയാൻ സാധിക്കില്ല. സഗുണയായാൽ പോലും അറിയില്ല, എന്നിട്ട് വേണ്ടേ നിർഗുണയെ അറിയാൻ? അത് സാധിക്കില്ല. എണ്ണമറ്റ ഗുണ രൂപങ്ങളെ അമ്മ എടുത്തിട്ടുണ്ട് അവതാരങ്ങളായിട്ടേ. അതിൻ്റെയൊക്കെ കാര്യം പിന്നെ കൂടുതൽ പറയണ്ടോ? മുഴുവനായിട്ട് ആർക്കും ഒന്നും പറയാൻ സാധിക്കില്ല. അനുഭൂതോ മയാ തേജ പ്രഭാവശ്ചാതി ദുർഘട യദഹം നിദ്രയാ ലീന സഞ്ജാതോസ്മി വിജയതന. വളരെയധികം വിഷമം പിടിച്ചതായിട്ടുള്ള അവിടുത്തെ ഈ ശക്തിപ്രഭാവം അത് എന്താണ് എന്ന് ഇപ്പോൾ ഞാൻ അനുഭവിക്കണു. കാരണം നിദ്രയിൽ എനിക്ക് ഞാൻ എന്നുള്ള ബോധം കൂടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചേതനയറ്റ് കിടക്കുകയായിരുന്നു. അറിഞ്ഞേനിന്നു ഞാൻ നേരിൽ നിൻ സുദുർഘട വൈഭവം. നിദ്രാവിലീനായി ബോധമറ്റല്ലി ഞാൻ കിടന്നതും. കിണഞ്ഞൊട്ടേറെ യത്നങ്ങൾ ചെയ്തു നാൻമുഖനെങ്കിലും ഉണർന്നേയില്ല ഞാൻ ഇന്ദ്രിയങ്ങൾ കൂമ്പുക കാരണം. ബ്രഹ്മാവ് ഉണർത്താൻ കുറെ ശ്രമിച്ചു, നടന്നില്ല. ബ്രഹ്മാവ് ഭഗവതിയെ സ്തുതിച്ചപ്പോൾ ഭഗവതിയുടെ പ്രഭാവം കൊണ്ടാണ് ഈ വിഷ്ണുവിൽ നിന്നും ദേവി മാറി നിന്നപ്പോൾ ഉണർന്നത് എന്നർത്ഥം. അതുകൊണ്ടാണ്. അപ്പോൾ നിദ്രയിൽ ലയിക്കുമ്പോൾ ചേതന ഉണ്ടാവില്ല എന്നർത്ഥം. ബ്രഹ്മണ ചാദിയത്നേന ബോധിതോപി പുനഃ പുനഃ പ്രബുദ്ധ സർവഥാഹം സങ്കോചിത ഷഡിന്ദ്രിയാം. ബ്രഹ്മാവ് വളരെ പണിപ്പെട്ടിട്ടാണല്ലോ വീണ്ടും വീണ്ടും പലതും പറഞ്ഞിട്ട് ഇന്ദ്രിയങ്ങൾ വളരെയധികം സങ്കോചിച്ച് ഒരു പ്രകാരത്തിലും ഉണർത്താൻ കഴിയാത്ത വിധം ഞാൻ ഉറങ്ങിപ്പോയിരുന്നു. അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഉണർന്നത്. കിണഞ്ഞൊട്ടേറെ യത്നങ്ങൾ ചെയ്തു നാൻമുഖനെങ്കിലും ഉണർന്നേയില്ല ഞാൻ ഇന്ദ്രിയങ്ങൾ കൂമ്പുക കാരണം. നിശ്ചേഷ്ടനായി പോയി ദിവൻ നിൻ പ്രഭാവത്തിനാൽ ശിവേ.
നീ വിട്ടപ്പോൾ ഞാൻ ഉണർന്നു ചെയ്തേനീ നീണ്ട സങ്കരം. അചേതനത്വം സംപ്രാപ്ത പ്രഭാവാത്തവ ചാംബികേ ത്വയാ മുക്ത പ്രബുദ്ധോഹം യുദ്ധം ച ബഹുധാ കൃതം. അല്ലയോ അമ്മേ, അമ്മയുടെ പ്രഭാവം കാരണം ഞാൻ ചൈതന്യമില്ലാതെ കണ്ടാണ് കിടന്നുറങ്ങിയിരുന്നത്. അവിടുത്തെ പ്രഭാവത്തിൽ നിന്ന് മുക്തനായപ്പോഴോ ഉണരുകയും ചെയ്തു, യുദ്ധം ചെയ്യുകയും ചെയ്തു. അസുരന്മാരെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടുമില്ല. അപ്പം അതുകൊണ്ട് ശ്രാന്തോഹം ച ന തൗ ശ്രാന്തൗ ത്വയാ ദത്തവരൗ വരൗ ബ്രഹ്മാണം ഹന്തുമായാദൗ ദാനവോ മതഗർഭിതൗ. ഇപ്പം ഞാൻ ക്ഷീണിച്ചു. അമ്മ നൽകിയ വരം, അവര് സാമർഥ്യം നല്ല ഉള്ളവരാണ്. അസുരന്മാർക്ക് ക്ഷീണം കാണാനില്ല. അവര് മതമത്തരായിട്ടിരിക്കണു. ആ രണ്ടുപേരും ബ്രഹ്മാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നവരാണ്. ഞാനടിച്ച യുദ്ധം ചെയ്തിട്ട് ഞാൻ തോൽക്കുക, ഞാൻ ക്ഷീണിച്ചിറക്കണു. ക്ഷീണിച്ചു ഞാൻ നിൻ വരത്താൽ തരിമ്പം ശ്രാന്തരല്ലിവർ. ബ്രഹ്മാവിനെ കൊല്ലുവാനായി വന്നണഞ്ഞ മതോദ്ധതർ. പോരിന്നാഹ്വാനവും ചെയ്തു ഞാനക്കൂട്ടരെ മാനതേ. ചെയ്തേൻ അവരുമായി ഘോരതരം പോർ അലയാഴിയിൽ. ആഹൂതൗ ച മയാ കാമം ദ്വന്ദ്വയുദ്ധായ മാനതേ. കൃതം യുദ്ധം മഹാഘോരം മയാ താഭ്യാം മഹാർണവേ. അല്ലയോ മാനതേ, ഞാനാവട്ടെ അവരെ പോരിന് വിളിച്ചു. മഹാസമുദ്രത്തിൽ വെച്ച് ആ രണ്ടുപേരോടും അതിഭയങ്കരമായിട്ട് 5000 കൊല്ലം യുദ്ധം ചെയ്യൽ കഴിയുകയും ചെയ്തു. പിന്നെ ഒന്നും ആയിട്ടില്ല. പിന്നെ മാത്രം ഗ്രഹിച്ചേൻ നിൻ വിചിത്രവരദാനവും. തഥാ ശരണ്യേ ശരണം പ്രാപിച്ചേൻ നിന്നെ വിദ്രുതം. മരണം വരദാനം തേ തതോ ജ്ഞാതം മഹാത്ഭുതം. ജ്ഞാത്വാഹം ശരണം പ്രാപ്തസ്ത്വാമദ്യ ശരണം പ്രദാം. അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി, അമ്മ ഈ വരമായിട്ട് കൊടുത്തത് സ്വേച്ഛോപാത അങ്ങനല്ല, അതായത് ഇച്ഛാ മൃത്യു. അപ്പോൾ അസുരന്മാർ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ മരണം സംഭവിക്കൂ എന്നത് അതൊരു അത്ഭുതമായിട്ടുള്ള വരാണ്. സാധാരണ അങ്ങനെ ആരും കൊടുക്കാറില്ല. ഇത് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞ സങ്കടത്തിലായത്. അപ്പോൾ അമ്മയെ ശരണം പ്രാപിക്കലാണ് ഞാനെന്താ ചെയ്യുക? അപ്പം അതുകൊണ്ട് എന്നെ രക്ഷിക്കണം. സാഹായം കുരുമേ മാതാ ഖിന്നോഹം യുദ്ധകർമ്മണ. ദൃപ്തൗ തൗ വരദാനേന തവ ദേവാർത്തിനാശനേ. അമ്മ, യുദ്ധം ചെയ്യാൻ എനിക്ക് കഴിവ് തരണം. അവരെ വധിക്കാൻ വേണ്ടതെന്തോ അത് ചെയ്ത് തരണം. കാരണം ഞാനിപ്പോൾ ദുഃഖിതനായിട്ടിരിക്കുന്നു. എനിക്ക് സഹായം അമ്മ ചെയ്തില്ലാത്ത എനിക്ക് അവരെ കൊല്ലാൻ പറ്റില്ല. ദേവന്മാരുടെ സങ്കടം അമ്മയാണല്ലോ തീർക്കുക. അപ്പോൾ അവിടുത്തെ വരം കൊണ്ട് അഹങ്കരിച്ചതായിട്ടുള്ള ഈ അസുരന്മാരെ രണ്ടുപേരെയും ഞാൻ എങ്ങനെയാ വധിക്കുക? ഹന്തും മാം ഉദ്യതൗ പാപോ കിം കരോമി ക്വയാമി ച ഇത്യുക്ത സാ തഥാ ദേവി സ്മിതപൂർവം ഉവാചഃ. ഇങ്ങനെ രണ്ട് മഹാപാപികളും കൂടിയിട്ട് എന്നെ കൊല്ലാൻ തുടങ്ങുകയാണ്. ബ്രഹ്മാവിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കണു, എന്നെ കൊല്ലാൻ നിൽക്കണു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എവിടെയാ പോകേണ്ടത്? ഈ വിഷ്ണുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ ആ അമ്മ ചിരിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി എന്ന് പറയാണ്. അമ്മയെ തുണച്ചാലും എന്നെ തളർന്നേൻ അടർ കൊണ്ടു ഞാൻ. അവരോ വരതൃപ്തന്മാരത്രേ ഭക്താർത്തി ഭഞ്ജികെ. പാവിഷ്ടർ എന്നെ കൊല്ലാനായി നിൽപ്പൂ, ഞാൻ ചെയ്വതെന്തിനി പോവേണ്ടതെങ്ങ് എന്നുരച്ചു കുമ്പിടും ഹരിയോടുടൻ. പുഞ്ചിരിച്ചും കൊണ്ടു ചൊന്നാൾ മഹാദേവി ഇങ്ങനെ. എന്താത്? അമ്മ ചിരിച്ചും കൊണ്ട് പറയണേ, ദേവദേവ ഹരേ വിഷ്ണു, വീണ്ടും പോർ ചെയ്യുക നീ സ്വയം. ചതിച്ചിവരെ മോഹിപ്പിച്ചാലേ പറ്റുള്ളൂ കൊല്ലുവാൻ. മോഹിപ്പിക്കാം ഇവരെ ഞാനെൻ കടക്കണ്ണിനാൽ ധ്രുവം. എൻ മായയാൽ മോഹമാർന്നോരവരെ കൊൽക്ക പിന്നെ നീ. ഹർഷമേകും വിധം ദേവി വാക്യമേവം ശ്രവിച്ചുടൻ. അലക്കടലിൽ ആ പോർക്കളത്തിൽ പോയി നിന്നു വിഷ്ണുവും. ഇത് അമ്മ കൊടുക്കാതെ കണ്ടേ ആര് കൂട്ടിയാലും എന്തായാലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് സാരം. അതാണ് പ്രണമന്തം ജഗന്നാഥം വാസുദേവം സനാതനം ദേവദേവാ ഹരേ വിഷ്ണു കുരു യുദ്ധം പുനഃസ്വയം. ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള മറ്റേ കൈകൂപ്പിക്കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള വിഷ്ണുവിനോട്, ജഗന്നാഥനായിട്ടുള്ള സനാതനായിട്ടുള്ള വിഷ്ണുവിനോട് പറഞ്ഞു. അമ്മ പറയാണ്, എന്താ പറഞ്ഞത്? ദേവദേവനായിട്ടുള്ള മഹാവിഷ്ണു അവരോട് യുദ്ധം ചെയ്തോളൂ. വഞ്ചയിത്വാത്തിമൗ ശൂരൗ ഹന്തവ്യൗ ച വിമോഹിതൗ. മോഹയിഷ്യാമ്യഹം നൂനം ദാനവോ വക്രയാദൃശ. ശൂരന്മാരായിട്ടുള്ള ഈ രണ്ടുപേരെയും വഞ്ചന ചെയ്ത് മോഹിപ്പിച്ചാൽ മാത്രമേ കൊല്ലാൻ കഴിയുള്ളൂ. എൻ്റെ കടക്കണ്ണുകൊണ്ട് ഈ രണ്ട് അസുരന്മാരെയും ഞാൻ തീർച്ചയായിട്ടും മോഹിപ്പിച്ചു കൊള്ളാം. ജഹി നാരായണാശു ത്വം മമ മായാവിമോഹിതൗ. തശ്രുത്വ വചനം വിഷ്ണുസ്തസ്യ പ്രീതിരസാന്നിധം. എൻ്റെ മായ കൊണ്ട് മോഹിതരായിട്ടുള്ള അവരെ
അല്ലയോ മഹാവിഷ്ണു, അങ്ങേക്ക് വേഗം കൊല്ലാൻ സാധിക്കും. ദേവിയുടെ ഈ ഏറ്റവും സന്തോഷം തരുന്നതായിട്ടുള്ള ഈ വാക്ക് കേട്ടപ്പോൾ സംഗ്രാമസ്ഥലമാസാദ്യ തസ്ഥൗ തത്ര മഹാർണവേ തഥായാദൗ ചതൗ വീരൗ യുദ്ധകാമൗ മഹാബലൗ. വിഷ്ണു ഇങ്ങനെ മഹാസമുദ്രത്തില് യുദ്ധം ചെയ്യാനുള്ള ആ സ്ഥലത്ത് ചെന്നിട്ട് കാത്തു നിന്നു. അപ്പോൾ മഹാശക്തന്മാരും യുദ്ധക്കൊതി വിഷ്ണുവിനെ കൊല്ലുന്നാണല്ലോ, ആ ആഗ്രഹിച്ചുകൊണ്ട് അവരെ യുദ്ധത്തിന് വരികയും ചെയ്തു എന്ന് പറയാണ്. വീക്ഷ്യ വിഷ്ണു സ്ഥിതം തത്ര ഹർഷയുക്തൗ ബഭൂവതു തിഷ്ടതിഷ്ട മഹാകായ കുരു യുദ്ധം ചതുർഭുജ. വിഷ്ണുവിനെ അവിടെ കണ്ടപ്പോൾ അവർക്ക് യുദ്ധം ചെയ്യാനുള്ള ഉത്സാഹം കൂടി. 4 കൈയുള്ള വിഷ്ണു മറ്റേ പല ചീത്ത വാക്കുകളും പറയുകയാണ്. നീ വലിയ തടിയൊക്കെ ഉണ്ടല്ലോ, നിനക്ക് ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്താ കാര്യം, വല്ല ഗുണമുണ്ടോ? അതുകൊണ്ട് ഒരു ഗുണമില്ല. ഹർഷമേകം വിധം ദേവി വാക്യമേവം ശ്രവിച്ചുടൻ അലക്കടലിൽ ആ പോർക്കളത്തിൽ പോയി നിന്നു വിഷ്ണുവും വിഷ്ണുവെ കണ്ടു സന്തോഷപൂർവമായി യുദ്ധകാമികൾ മഹാബലം പൂണ്ട് ഘോരരണഞ്ഞാർ പോർ തുടങ്ങുവാൻ നിൽക്ക മഹാമോഹം പൂണ്ടണഞ്ഞ ചതുർഭുജ. പിന്നെയോ ജയവും തോൽമയും ദൈവാധീനമെന്നോർത്ത് ചെയ്യുക പോർ ബലവാൻ ജയമാളുന്നു ഭാഗ്യത്താൽ ബലഹീനനും ഹർഷമോ ശോകമോ വിദ്വാനുണ്ടാവില്ല. ഇതു രണ്ടിലും ദൈത്യാരിയാം നീ തോൽപ്പിച്ചത് എത്രയോ ദൈത്യരെ പുര ഇന്നിതാ ഞങ്ങളോട് ഏറ്റ് തോൽക്കുകയും ചെയ്തിതെന്തിതിൽ. അവർ പറയാണ്, അതായത് ഇതുവരെ ഉണ്ടായിരുന്ന പോലെയല്ല എന്നാണ്. ജഹി വഞ്ചയിത്വാ ത്വിമൗ ശൂരൗ ഹന്തവ്യൗ ച വിമോഹിതൗ മോഹേഷ്യാമ്യഹം നൂനം ദാനവൗ വക്രയാ ദൃശം. ഈ ശൂരന്മാരായിട്ടുള്ള ഇവരെ രണ്ടുപേരെയും വഞ്ചന ചെയ്ത് മോചിപ്പിച്ചാൽ അല്ലാതെ കണ്ട് ഇവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ എൻ്റെ കടക്കണ്ണ് കൊണ്ട് ഇവരെ തീർച്ചയായിട്ടും മോഹിപ്പിച്ചോളാം. ജഹി നാരായണ അശുത്വം മമ മായാവിമോഹിതോ തശ്രുത്വ വചനം വിഷ്ണു തസ്യാ പ്രീതിരസാന്നിധം. അമ്മയുടെ ഈ വാക്ക് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി. എന്നിട്ടോ വിഷ്ണു അടക്കി പോവുകയാണ്. വിഷ്ണു ആ മഹാസമുദ്രത്തിൽ യുദ്ധം ചെയ്യാനുള്ള സ്ഥലത്ത് ചെന്ന് നിൽപ്പായി. അപ്പോൾ മഹാശക്തന്മാരായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി താല്പര്യത്തോടു കൂടിയിട്ട് ദാനവന്മാരും അവിടെ എത്തി വിഷ്ണുവിനെ കണ്ടു. അവർക്ക് സന്തോഷമായി. 4 കൈയുള്ള വിഷ്ണു തടിമാടനായിട്ട് നിന്നെ ഇതാ ഞങ്ങൾ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ നിൽക്കുകയാണ്, നീ ഇടുവാ എന്നൊക്കെ പറഞ്ഞു. അവർ ജയവും തോൽവിയൊക്കെ ദൈവാധീനമാണെന്ന് അറിയില്ലേ, യുദ്ധം ചെയ്യണം, ബലമുള്ളവർ ജയിക്കും, ദുർബലൻ ദൈവാധീനം കൊണ്ട് ജയിച്ചുകൂടാന്നൊന്നുമില്ല. എന്നാലും യുദ്ധം ജയിച്ച സന്തോഷമോ പരാജയപ്പെട്ട ദുഃഖമോ ഉണ്ടാവാൻ പാടില്ല. ഇത് ദാനവ വൈരായിട്ടുള്ള നീ പണ്ട് അനവധി യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തിനായി ഞങ്ങളോട് യുദ്ധം ചെയ്തപ്പോൾ തോറ്റിട്ട് ഇതിലിപ്പോൾ എന്താ അത്ര ദുഃഖിക്കാനുള്ളത്, ഇതിലിപ്പോൾ എന്താ അത്ര വിഷമിക്കാനുള്ളത്? ഈ നാണക്കേട് എന്തിനാ? ഇതൊന്നും ആവശ്യമില്ല. വീക്ഷ വിഷ്ണു സ്ഥിതം തത്ര ഹർഷയുക്തൗ ബഭൂവതു തിഷ്ടതിഷ്ട മഹാകായ കുരു യുദ്ധം ചതുർഭുജ ദൈവാധീനൗ വിദിത്വാദ്യ നൂനം ജയപരാജയൗ സബലോ ജയമാപ്നോതി ദൈവാജയതി ദുർബല. സർവദൈവ ന കർത്തവ്യൗ ഹർഷശോകോ മഹാത്മനൗ പുരാ വൈ ബഹവോ ദൈത്യ ജിതാ ദാനവ വൈരിണ അധുനാ ചാനയോ സാർത്ഥം യുദ്ധ്യമാന പരാജിത. ഇങ്ങനെ അമ്മയും അതേപോലെ വിഷ്ണുവും അതേപോലെ ഈ ദാനവന്മാരും തമ്മിലുള്ള സംവാദത്തെയാണ് ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്തത്. ഇനി അവരെ വധിക്കുന്നതായിട്ടുള്ള രംഗങ്ങളാണ്, അത് അടുത്ത ഭാഗത്തിൽ പറയാം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തന ശ്രീ മഹാദേവി നമ. ഇപ്പോൾ 57-ാമത്തെ ശ്ലോകമാണ് നമ്മൾ പാരായണം ചെയ്ത് വെച്ചത്. 29-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പാരായണം ചെയ്ത് വെച്ചിരുന്നത്. 30-ാമത്തെ ശ്ലോകം മുതൽ 57-ാമത്തെ ശ്ലോകം വരെ ഇപ്പോൾ വായിച്ചു. ഇനി ബാക്കിയുള്ളത് 82 ശ്ലോകങ്ങൾ ഇതിലുണ്ട്, 87 ശ്ലോകങ്ങൾ ഇതിലുണ്ട്. ബാക്കിയുള്ള നമുക്ക് അടുത്തേക്ക് പറയാം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തന ശ്രീ മഹാദേവി നമ.